പട്ടേന്റെ അടുത്ത് കൂടി വന്നു നാട്ടുകാരുണ്ട് തൊഴിഞ്ഞു പോകാൻ തുടങ്ങി ഇങ്ങനെയാലും വേഗം എത്തിയിരുന്നു ചിന്ത കാവക്ക് ഇടതും വലുതും കൊടുത്തു ഒരു പരാതി ഇമ്മ വീണാലും താത്ത ഓള് വീണാലും കാക്കുവിന് ചെലവെടുക്കണം. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു കൊല്ലത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോക്ക്. എങ്കിലും ഇത് ഞാൻ ഇടണം എന്ന് വെച്ച ഒരു വീഡിയോ ആണ്. പക്ഷെ നമ്മുടെ മെയിൻ ചാനലിൽ ഡ്രസ്സസിൻ്റെ വീഡിയോ ഇടുന്നതുകൊണ്ട് തന്നെ എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു ഫാമിലി ടൂർ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ ഞങ്ങൾ രാവിലെ എടപ്പാളെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നേരെ പോയത് കുഞ്ഞാത്താൻ്റെ വീട്ടിലോട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ താത്താൻ്റെ വീട്ടിലെത്തി. ഇത് ഞങ്ങളുടെ ബാഗ്, അതൊക്കെ താത്താൻ്റെ എണ്ണം കൂടി ഛർദിന്റെ ഒരു ഗുളിക പറഞ്ഞിരുന്നു. അപ്പൊ അളിയാക്ക് അവിടെ ട്രാവലർ എടുത്ത് വരുന്നുണ്ട് കൈ. അപ്പൊ ആ പോക്ക് നേരെ ഗൾഫിലോട്ട് പോവാണ്. അതാ എല്ലാരും വണ്ടിയിൽ കയറുന്നു ഗൈസ്. എന്റെ കയ്യിലുണ്ട്. ബാക്കിൽ എത്ര സ്ഥലം ഉണ്ടായിട്ടാ? സ്ഥലം കണ്ടിന് ഇല്ലാത്തവർക്ക് മടി കയറിയിരിക്ക. ഇത്ര വലിയ വണ്ടിയിൽ സ്ഥലം, വലിയ വണ്ടിയിൽ നമ്മൾ എത്ര ആൾക്കാർക്ക്. അപ്പൊ അത് വണ്ടി കയറിയിട്ട് ഫുൾ അലമ്പായിരുന്നു കേട്ടോ. ഒന്നാമത് മക്കളെല്ലാവരും എക്സൈറ്റഡ് ആണ്, ഞങ്ങളും. കാരണം ഇതേപോലത്തെ ഒരു ഫാമിലി ടൂർ ഒരുപാടായി കേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്യണം, പക്ഷെ നടക്കുന്നുണ്ടായിരുന്നില്ല. കാക്കു കരോക്കൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അങ്ങനെ ഇതേ കരോക്കെ വെച്ചിട്ട് ഭയങ്കര പാട്ടായിരുന്നു വണ്ടിയിലൊക്കെ. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ഇതേ പോയിട്ടുള്ളത് വയനാട്ടിലോട്ടാണ് കേട്ടോ. ഫസ്റ്റ് ഞങ്ങൾ എപ്പോൾ ടൂർ പ്ലാൻ ചെയ്താലും വയനാടാണ് ഫസ്റ്റ് മനസ്സിലേക്ക് വരിക. പക്ഷെ ഒരു പ്ലാനിങ് ഉണ്ടാവില്ല, നമ്മൾ എവിടെയൊക്കെ പോകണം എന്നൊരു ചിന്ത ഒന്നും ഉണ്ടാവില്ല. ഫസ്റ്റ് വയനാട്ടിലോട്ട് അങ്ങോട്ട് വെച്ച് പിടിപ്പിക്കും, എന്നിട്ട് പിന്നെ ഇങ്ങനെ ആലോചിക്കും എവിടെ പോകാൻ പറ്റും. ഞാൻ നമ്മുടെ മെയിൻ ചാനലിൽ ഇതിൻ്റെയൊക്കെ ഒരു ഷോട്ട് മുൻപ് ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ ഇതേപോലെ ടൂറും കാര്യമൊക്കെ പോണത് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഇതും അപ്ലോഡ് ചെയ്യണം കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ടൈമിലാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു കൊല്ലമായി, ആ ടൈമിലാണ് നമ്മളതിൽ ഡ്രസ്സസിൻ്റെ വീഡിയോ മാത്രം അപ്ലോഡ് ചെയ്ത് തുടങ്ങി. പിന്നെ അത് അത്യാവശ്യം റീച്ചും കിട്ടി. പിന്നെ അതിൽ സെയിലും നടക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് വ്ളോഗ് ഒന്നും ഇടാൻ പറ്റാതായി. പക്ഷെ എങ്കിലും ഞാൻ അത്രയും മോഹിച്ച് എടുത്ത വീഡിയോസ് ആണല്ലോ ഇതിലിടെയാണ്. സംഭവം ഇതിലിട്ടാലും കാണാൻ ആരുമില്ല, കാരണം നമ്മുടെ മെയിൻ സബ്സ്ക്രൈബേഴ്സൊക്കെ ആ വീഡിയോയിൽ തന്നെ. പാർക്കിൽ തന്നെ കൊണ്ടുപോയി നിർത്തിയിരുന്നു. അപ്പോൾ നല്ലപോലെ ബാക്കിൽ എഴുതിക്കൊണ്ടോ പാർക്കിൽ. അങ്ങനെ ചോറ് നെയ്ച്ചോറ്, ചിക്കൻ കറി, സാലഡ്. എല്ലാ സ്ഥലത്തൊക്കെ ഞങ്ങൾ ഒതുങ്ങി കുടിക്കുന്നു. ഈ പട്ടേന്റെ അടുത്ത് കൂടി വന്നു നാട്ടുകാരുണ്ട്. മാപ്പിളക്കാക്ക നടന്ന് ഇവിടെ സിപ്പ് ലൈനിന്റെ ഭാഗത്ത് പോവാട്ടോ. അപ്പോൾ അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ അളിയാക്കാരൊക്കെ പോയി ടിക്കറ്റ് എടുക്കുന്നു. നമ്മൾ പിന്നാലെ പോകുന്നുണ്ട്. ഈ സാധനം നോക്കി ഇതിന് കയറണം പറഞ്ഞോള്, അതില് നോക്കി തല കറങ്ങി ഇരിക്കുന്നുണ്ട്. ആർക്കാരണോ ഷാനോ? ഷാനോ എനിക്കിത് കണ്ടപ്പോഴേച്ച് മതിയായി. പണ്ട് നമ്മള് തൃശ്ശൂരാ മറ്റേ കയറിട്ടേ അല്ല കാക്കു ഇച്ച പൈസ മുതലാവാതെ ചെയ്യുമ്പോ ഇറങ്ങൂല. ഇങ്ങനെ ഇതിന് ഞങ്ങള് ഡാമിന്റെ ഭാഗത്ത് പോകുന്നു കേട്ടോ. അപ്പൊ എല്ലാം ഒരു കൂട്ടം തെറ്റി ഗൈസ്. ഞങ്ങൾ വന്നപ്പോ ഇമ്മി ഇപ്പി അടക്കം 4 കപ്പിൾസ് ഉണ്ടായിരുന്നു. ഇപ്പൊ
മറ്റേ വന്ന വഴി മറക്കരുത്, വന്ന വഴി മറന്നുപോയി ഗൈസ്. വന്ന വഴി മാത്രല്ല വന്ന ആൾക്കാരും കാണാനില്ല. അതാണ് ഒന്നുമില്ല ഡോഗി. അങ്ങനെ ഇവിടുത്തെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ ഇടിയാളിയാക്ക വന്നിട്ടുണ്ട് വണ്ടിയായിട്ട്. നമ്മൾ നാട്ടിൽ പോയാലും നമുക്ക് നടക്കുന്ന സീറ്റ് കൊടുക്കാം. അപ്പോൾ ഇതിലധികം ഞാൻ ഈ ഒരു വീഡിയോത്തെ വോയിസ് തന്നെയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ വയനാടാണ് എൻ്റെ ഉപ്പാൻ്റെ പരിചയക്കാരും എല്ലാം ഉള്ളത് കേട്ടോ. അപ്പം നമ്മൾ ഓരോ വീട്ടിലായിട്ട് ഇങ്ങനെ പോയിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഒരുപാട് എന്താ പറയുക നമ്മുടെ ബട്ടറും അങ്ങനത്തെ ഒക്കെ ഫ്രൂട്ട് ഉണ്ടല്ലോ, എനിക്ക് പേരിപ്പോൾ കിട്ടുന്നില്ല ഗൈസ്. മെയിനായിട്ട് ബട്ടർ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ മൂപ്പ് വന്ന ബട്ടറൊക്കെ ഞങ്ങൾക്ക് പറിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടല്ലോ അതൊക്കെ ബട്ടറാണ്. ഇതിലൊക്കെ ഇന്നലെ വിരിഞ്ഞൊരു കിളിണ്ട് കേട്ടോ. അതാണ് അറ്റത്ത് നിൽക്കുന്ന കിളി. ഇതേതാണ്ട് ഈ കിളി നല്ല മണം. ഇതിന്റെ മേലൊക്കെ കിളിക്കുറ്റാളുണ്ട്. ഇതിൽ തത്തമ്മ ഉണ്ട്, ഇതാണ് തത്തമ്മ. ഇതിലുണ്ട് വേറെ ഏതോ ഒരു കിളി. കുടുംബക്കാര് വീട്ടുകൂടി കയറി ഇറങ്ങുന്നുണ്ട്. നേരായി കാവക്ക് ഇടതും വലുതും പിടിച്ചു ഒരു പരാതി ഇമ്മ വീണാലും ഓള് വീണാലും കാക്കുവിന് ചെലവെടുക്കണം. അപ്പൊ അതെ ഇവിടെ ഉള്ള ബട്ടറും പാഷൻ ഫ്രൂട്ടൊക്കെ ഞങ്ങൾ പെറുക്കിയാണ്. ആരെ വളപ്പ് വെച്ചിട്ട് ഇതൊക്കെ നമ്മളെ വളപ്പാന്ന് കാക്കു അല്ലെ, ആരെ വളപ്പാന്നൊന്നും ഇല്ലാണ്ട് പറിക്കന്നെ. ഇതൊക്കെ പന വളപ്പാ അല്ലേ, ഇതൊക്കെ പന വളപ്പാ. അതാ ഞാൻ പറഞ്ഞു ഓൾ ഇന്ത്യൻ സ്മൈൽ. ഇതേപോലെ ബട്ടർ ഇട്ടു നോക്കാക്കുവോ? നമ്മുടെ മൂത്തിട്ടില്ല ബട്ടർ. ബട്ടർ എവിടെ മൂത്തിട്ടില്ല. ക്യാമറ ഓഫ് ആക്കി ടോർച്ചടി. അപ്പോൾ ഇത് എങ്ങനെ അവിടുത്തെ എല്ലാവരും കണ്ട് പരിചയമൊക്കെ പുതുക്കി ഞങ്ങൾ നേരെ ഇവിടെ ഒരു കോട്ടേജിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ അടിപൊളി വീടായിരുന്നു ഇവിടെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇങ്ങനെ അറിയുന്ന കൂട്ടക്കാരായതുകൊണ്ട് നമുക്ക് നന്നായിട്ട് റേറ്റും കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 ബെഡ്റൂമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. സൂപ്പറായിരുന്നു. ഒരു 2 നിലയിലായിട്ട് 4 ബെഡ്റൂമൊക്കെ ആയിട്ട് നല്ല അടിപൊളി വീടെന്ന് തന്നെ പറയാം. ഫുള്ളായിട്ടുണ്ട് കേട്ടോ, ഒരു വീട് തന്നെയാണ്. കാരണം കിച്ചണും എല്ലാം ഉണ്ട്. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. എന്തായാലും റൂംസൊക്കെ അടിപൊളിയായിരുന്നു. ഒരാൾ പെട്ടിന് നമ്പറിലോട്ട് എടുത്ത് അൺലോക്ക് ചെയ്യാൻ കടന്നാറഞ്ച് ചെയ്തിരിക്കുന്നു. തുറന്നു തുറക്കണില്ലാക്കി മാറ്റിയതാ. ചിന്ത കൂടിയാ മറവി കൂടുന്ന അങ്ങനല്ല പാടുന്നത്. പിന്നറിന്റെ നമുക്കറിയാന്ന് ഡയറക്റ്റ് ചിലപ്പോ ആളും അടിച്ചാരി ഒന്നും എടുക്കേണ്ടി വരും. വേണ്ടി വരും. ഇപ്പൊ അല്ല കത്തിക്കില്ല, അങ്ങനെ കത്തി ഒരു 2 പീസ് കത്തിക്കാതിടാ. ഇങ്ങനെ വെച്ചോണ്ട് കയ്യില് ഒന്നും പറയാല്ല. വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വേണ്ടടാ. അതിന് നേരത്തെ വെച്ചോ അമ്മയും പപ്പയും മൂലൊക്കെ കുത്തിരിക്കുന്നു. നമുക്ക് കാലുവേദന വന്നു തണ്ടാ ഉഞ്ഞെടുക്കേണ്ടി വരും.
ആര് അതേ വണ്ടി നല്ല വണ്ടി അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു വില്ലയുടെ ഫ്രണ്ട്. മേലെ നിന്ന് നോക്കിയല്ല ഫ്രണ്ട്. അടിപൊളി വില്ല കേട്ടോ. അത് താത്ത ചായ ഉണ്ടാക്കി നടക്കുന്നു. നല്ല ഇതാളുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നമ്മൾ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടിയിൽ തന്നെ തിരിച്ച് കയറി കേട്ടോ. നമ്മൾ അടുത്ത സ്ഥലം ഇങ്ങനെ കവർ ചെയ്ത് പോകാമെന്ന് കരുതി. കാരണം ഇന്ന് ഞങ്ങൾക്ക് പിറ്റേ ദിവസം വീട്ടിൽ പോകാനുള്ളതാണ്. അപ്പോൾ അവിടുന്ന് രാവിലെ തന്നെ ഇറങ്ങി. പക്ഷേ രാവിലെ ഇറങ്ങിയോണ്ടും ഇന്നലെ നേരം വഴുകി ഉറങ്ങിയോണ്ടൊക്കെ എല്ലാവർക്കും ഭയങ്കര ഉറക്കക്ഷീണമായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ ഓണായി വന്നപ്പോൾ തന്നെ എല്ലാവരും ബാറ്ററി കഴിഞ്ഞു ഗൈസ്. 12 മണി ആകുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതിന് എല്ലാവരും പവർ ഓഫ് ആയി. അവിടെ ഒരാൾ കിടക്കുന്നുണ്ട്, ഇവിടെ എവിടെയോ അടുത്താണ് കിടക്കുന്നുണ്ട്, അവിടെ മമ്മി നടക്കുന്നുണ്ട്, അവിടെ എവിടെയോ പപ്പ ഇരിക്കുന്നുണ്ട്. ബട്ട് നമ്മൾ ആക്റ്റീവായി അല്ലേ? ഞങ്ങൾ ആക്റ്റീവ്. ഊണ് കെട്ടിന്ന് പറയല്ലോ, അവിടെ പോയി ഇരിക്കുമ്പോ കയ്യില് ഊണ് തീർന്നു പിന്നെ അതെന്താ എന്തെപ്പോഴും ചായ വെള്ളം കുടിച്ചിട്ട് അങ്ങോട്ട് കിടക്ക വണ്ടി ഇറങ്ങി അങ്ങോട്ട് കിടക്കും. അങ്ങനെ വരുമോ? പാവം തന്നെ ഇതൊക്കെ വീഡിയോ ഇട്ടാലേ ഞാൻ പറയട്ടെ. സ്നേഹസംബന്ധിയായ എന്റെ താത്ത എന്റെ കുട്ടിയെ നോക്കുന്നതായിരുന്നു. എന്റെ കണ്ണിനെ ഒന്ന് ബ്ലോക്ക് ചെയ്യൂ. നമ്മൾ ഇവിടെ അതൊക്കെ ഫാമിലി ഇവിടെ ഒരാളുണ്ട്, അവിടെ അയാളുടെ ഹസ്ബൻഡ് അവിടെ ഒരു കപ്പുണ്ട്. എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ അവരങ്ങനെ പോയി. അങ്ങനെ അതേ വല്ലാത്ത പോയിട്ടുണ്ട് അതിൽ കയറാൻ വേണ്ടിയിട്ട്. അല്ല വല്ലാത്തല്ല, കുഞ്ഞാത്തി അളിയാക്കിയും മക്കളും. 4 സീറ്റാണ്. പക്ഷെ 5 പോകും നോക്കാൻ. ഇല്ല, അതിൽ ഓൾറെഡി 5 പോയി നോക്കുവോ? ഇനി വിടാൻ പറ്റൂല. ഐഫോൺ അല്ല കാര്യം. പക്ഷെ അത് ചാൻസ് ഐഫോണൊക്കെ അല്ലേ ഈ ഏട്ടന് നീന്തൊക്കാൻ വയ്ക്കും. ഏട്ടൻ ഭാഗത്തുനിന്ന് ഇറങ്ങിയാൽ മതി. ഇറങ്ങാൻ സമ്മതിക്കില്ല. ഇതെന്താ കാട്ടാൻ പോണേ? കുട്ടി ഒരു കുട്ടിക്ക്
ചവിട്ടിട്ടല്ല പോണത്, അല്ലേ വള്ളത്തിന്റെ ഓളത്തിന് പോവാണ്. അരമണിക്കൂറിനുള്ളിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ അല്ല, തിരിച്ചു ഇവിടെ അവിടെ ലാൻഡ് ചെയ്തില്ലെങ്കിൽ അധികം വരുന്ന ബില്ല് കുഞ്ഞോളം ഹുസൈനും. ഞാൻ അതിനെ ബാക്കിൽ നിൽക്കണേ, നമ്മള് ഡ്രൈവർമാരല്ല. ഒരു പാവന വള്ളത്തിന്റെ നടുവ് ഒരു പാവന. കാറാണെങ്കിൽ നമുക്ക് വണ്ടി നിർത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്ത് വള്ളത്തിൽ കൂടി കൈവിട്ട കളിയാണ്. പണ്ടാറ ചെറുക്കന്മാർ കൊടുത്താ മതി. എടി വണ്ടി നീങ്ങണില്ലടി. ഹുസൈനും ഞാനോ ഈ സൈഡിൽ ഇരുന്നേക്കന്നെ വണ്ടി ഇങ്ങോട്ട് ചെരിഞ്ഞു. അതല്ലേ ലോഡിന്റെ പിന്നിൽ അനക്കന്നെ ലോഡ് ഇജ്ജ് വണ്ടി അങ്ങോട്ട് വലിച്ചോ. വണ്ടി പോണില്ലേ എന്റെ പടലങ്ങാനത്തിന്റെ നടുന്ന് ചവിട്ടി കയറരുത്, അല്ല ചവിട്ടിട്ട് ഞാൻ പോടും. പോകാൻ തുടങ്ങി ഇങ്ങനെ എത്തിയിരുന്നു. ഓഹോയ് 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 ഓഹോയ്. അതൊക്കെ നോക്കി പോയോ? ഓൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഹലോ, അങ്ങനല്ല, ഒരു 2-3 പോയി ചോട്ട് ശീലമായിട്ട് ഇതിപ്പോ ശീലമില്ലാത്തോണ്ടല്ല, ഞാൻ കുഞ്ഞോളെ അതോഗതി കണ്ടു. രണ്ടുപേരും ചവിട്ടിട്ട് ഞങ്ങള് ചിറ കെട്ടിയ ഭാഗത്തുകൂടെ എത്തിക്കുക. ഡ്രൈവർ ഡ്രൈവറെ ഒരാളെ കിട്ടുവോ? ഒരാള് ഒരു മഴ വരുന്ന വള്ളം മുഴുവൻ ഉള്ളിൽ തന്നെ കാണാം. കൊടത്തരുള്ളു വള്ളം മുഴുവൻ ഉള്ളിൽ തന്നെ ചാടി. ആദ്യം ഒരു ആഗ്രഹം ആ ബോട്ടുകാരാണ് വയനാട് ഇറങ്ങിട്ടോ. അങ്ങനെ കോഴിക്കോട് എത്തി ഗായ്സ്. അല്ലാത്ത ഒരു ഒഴിവില്ല സ്ഥലം വേണ്ടേ? കോഴിക്കോട് എത്തിയിട്ട് ഞങ്ങൾ തിരയണം തുടങ്ങുകയാണ് ഗായ്സ്. റേഞ്ച് ഉണ്ടല്ലോ, നമ്മളെ മറ്റേ ഊരയിൽ അപ്ലോഡ് ഇവിടെ ഇങ്ങനെ സ്റ്റയറൊക്കെ ഉണ്ട് ഇറങ്ങാന്. അങ്ങനത്തെ പോയി ബീച്ചിന്റെ പുറത്തെത്തി. അങ്ങനത്തെ ഞങ്ങളുടെ റോസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് മിക്ക സൂര്യൻ താന്നോ നോക്കട്ടെ എന്ന് പോവാണ്. താന്നത് എവിടെ എത്തി നോക്കാൻ വേണ്ടിട്ട്. അങ്ങനത്തെ യാദൃശികമായി ഒരാളെ കണ്ടുമുട്ടി. ഞങ്ങൾ സൂര്യൻ താന്ന് കണ്ടില്ല, ഇവര് വന്ന് കണ്ടു. അപ്പൊ ആ സാധനം വാങ്ങിക്കൊടുക്കോൾക്ക്, അവൾ എറിഞ്ഞ് കളിക്കട്ടെ. അങ്ങനത്തെ ഞങ്ങള് ഇല്ലേ നമുക്ക് തെരഞ്ഞു നടക്കുന്നു ഗൈസ്. ഞങ്ങളുടെ വണ്ടിയും കാണാനില്ല, വണ്ടിയിലുള്ള ആളുകളെയും കാണാനില്ല. ചീനമാണോ? നിങ്ങൾ കഴിക്കാൻ അങ്ങനെ എത്തി ഗൈസ്. എല്ലാരും കൂട്ടിമുട്ടി ഗൈസ്. ഏകദേശം